മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4/12/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രമാണ് നക്ഷത്രം, ഉത്രം 1-ാം പാദം, വൃശ്ചിക ലഗ്നം, ലഗ്നത്തിൽ സൂര്യൻ, 2-ൽ ബുധൻ വ്യാഴം, 3 ശൂന്യം, 4-ൽ ഗുളികൻ, 5-ൽ ശനി കേതു, 6, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ ചന്ദ്രൻ കുജൻ, 11-ൽ രാഹു, 12-ൽ ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത്. എന്നാൽ അതിൽ ചില കാര്യപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. രണ്ടും തരം തിരിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ലഗ്നത്തിൽ സൂര്യൻ വളരെ നല്ലതാണ്. ലഗ്നാധിപൻ ലഗ്നാൽ 10-ൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ശശി മംഗള യോഗം ചെയ്ത് നിൽക്കുന്നു. ചന്ദ്രൻ കുജൻ 10-ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 10-ലേക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു ഗ്രഹങ്ങളുടെ അവസ്ഥ തന്നെയാണ്. ലഗ്നാധിപന് വ്യാഴത്തിൻ്റെ ബന്ധം വന്നു. അതുപോലെ തന്നെ 10-ലേക്ക് തൊഴിൽ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ബന്ധം വന്നു. അപ്പോൾ വ്യക്തി സംബന്ധമായിട്ടുള്ള ജീവിത ഉയർച്ചകൾക്ക് ഏറ്റവും പറ്റിയ ഒരു ഗ്രഹനില തന്നെയാണത്. നേതൃഗുണം ലഗ്നത്തിൽ സൂര്യൻ, 10-ാം ഭാവാധിപൻ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു. നേതൃപാടവം, നേതൃഗുണം, കമാൻഡിങ്, ഭരണം, ഇതെല്ലാം തന്നെ ഏറ്റവും സുഗമമായി നടത്താൻ ശേഷി, കേപ്പബിലിറ്റി ഉള്ള ഒരു ഗ്രഹനിലയാണത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് സർക്കാർ ജോലി നിലവിൽ ഉള്ളതാണ്. പക്ഷേ ആ ജോലി പോരാ എന്ന് വയ്ക്കുകയും കൂടുതൽ മേന്മ ഉള്ള അല്ലെങ്കിൽ വരുത്തുന്ന ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക മറ്റൊരു ജോലി ഇദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്യുന്നു. അതും വേണ്ട എന്ന് വയ്ക്കുകയാണ് ഉണ്ടായത്. അതിനേക്കാൾ മുകളിൽ ഉള്ള ജോലിക്ക് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമേ ജോലി കിട്ടിയ ഒരാൾക്ക് വീണ്ടും ആ ജോലി കിട്ടുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരുപാട് ആളുകൾ സർക്കാർ ജോലി സംബന്ധമായിട്ടൊക്കെ ജോലി കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, 10-ാം ഭാവാധിപൻ സൂര്യൻ, അധികാര സ്ഥാനം എന്ന് പറയുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് സൂര്യൻ. ആ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ നേതൃപാടവം, ഗുണം, അധികാരവർഗവുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്സ്, ബന്ധങ്ങൾ വന്നു കഴിഞ്ഞു. ലഗ്നാൽ 10-ൽ ശശിമംഗള യോഗം ചെയ്ത് കുജൻ നിൽക്കുന്നു. ലഗ്നാധിപൻ ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. ശശിമംഗള യോഗം വളരെ പ്രാധാന്യം കൂടിയ ഒരു യോഗം തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് പണം വന്നുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. അവിടേക്ക് വ്യാഴത്തിൻ്റെ, പ്രത്യേകിച്ചും ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാമത്തെ ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നത് അത്യപൂർവങ്ങളിൽ അത്യപൂർവം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ജോലിയല്ല 10 ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ തന്നെയും 11 ജോലിയും കിട്ടുന്ന തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ, ഒരു പാറ്റേണിലാണ് ഈ ഗ്രഹനില നിലവിലുള്ളത്. വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഈ ഗ്രഹനിലയ്ക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. എന്തുകൊണ്ടാണത്? പ്രധാനമായും ലഗ്നാൽ 7 ഏതൊരാളുടെയും വിവാഹസ്ഥാനം, അധിപൻ 12-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശ്രദ്ധിക്കണം, നഷ്ടസ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ കൂടെ ലഗ്നാൽ 12 എന്ന് പറയുന്നത് അത്ര നല്ല പൊസിഷൻ അല്ല വിവാഹ അധിപനെ സംബന്ധിച്ച്. 2, ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ തൻ്റെ 7-ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് നടത്തുന്നു. 3, കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിലും കുജൻ്റെ സ്വാഭാവികമായിട്ടുള്ള 8-ാം ദൃഷ്ടിയിലും ഗുളികൻ്റെ സ്വാഭാവികമായിട്ടുള്ള 2-ാം ദൃഷ്ടിയിലും നിൽക്കുന്ന പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ശനിയുടെ 3-ാം ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ ശനിയുടെയും സൂര്യൻ്റെയും ബന്ധം 7-ലേക്ക് വന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അവിടേക്ക് രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും വന്നു. വിവാഹ സംബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ, ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപരി ഈ ലഗ്നത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവം ഇത്തരക്കാർക്ക് പൊതുവെ കാണാൻ സാധിക്കും. കാരണം വാശി, അല്പസ്വല്പം കാര്യമായ ഈഗോ, അതുപോലെ തന്നെ
ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കണം അല്ലെങ്കിൽ നടത്തണമെന്ന കടുംപിടുത്തം, കാർക്കശ്യം ലഗ്നാധിപൻ കുജനുമാണ്. നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിലുമാണ്. പ്രസ്തുത സൂര്യനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. എന്തു ചെയ്താൽ തന്നെയും ആ കടുംപിടുത്ത സ്വഭാവം, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ ഇത്തരക്കാർക്ക് സഹജമായിട്ടുണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. പ്രത്യേകിച്ച് ഏതൊരു കുടുംബ ബന്ധത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ കടുംപിടുത്തങ്ങൾക്ക് മാത്രമായി സമയം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ വിട്ടുവീഴ്ചകൾ കുറയും. വിട്ടുവീഴ്ചകൾ കുറയുമ്പോൾ പ്രശ്നസാധ്യത കൂടും. ഒരു പ്രശ്നമുണ്ടായാൽ തന്നെ പരിഹരിക്കാനുള്ള സാധ്യത കുറയും. ഇത് ഈ ഗ്രഹനിലയുടെ ഏറ്റവും വലിയൊരു ന്യൂനത തന്നെയാണ്. മാത്രവുമല്ല, ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്താണ് ശനി, കേതു, ഗുളികൻ്റെ ദൃഷ്ടി, രാഹുവിൻ്റെ ദൃഷ്ടി, കുജൻ്റെ ദൃഷ്ടി. അപ്പോൾ ബേസിക്കലി പല കാര്യങ്ങൾക്കും മടി ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വേഗത ഉണ്ടാവും. മാത്രവുമല്ല, ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. എടുക്കുന്ന പല നിലപാടുകളിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ന്യായങ്ങളും ഉണ്ടാവും. എന്നാൽ അത് ശ്രദ്ധിക്കുകയും വേണം. കാരണം 7ലേക്കൊക്കെ സൂര്യൻ്റെയും ശനിയുടെയും ബന്ധം വരികയും രാഹുവിൻ്റെ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 7ാം ഭാവാധിപൻ കൃത്യമായിട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലാതെ 12 പോലെയുള്ള പൊസിഷനിൽ നിന്നും കഴിഞ്ഞാൽ അത്തരം ആളുകൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. കൃത്യമായ ചിട്ടവട്ടത്തോടു കൂടി തന്നെ പരിഹാരങ്ങൾ ചെയ്തു വേണം ഇത്തരം ആളുകൾ മുന്നോട്ട് പോകാനായിട്ട്. വളരെ ഗംഭീരമായിട്ടുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, പരിഹാരങ്ങൾ, പ്രായോഗികമായിട്ടുള്ള രീതികൾ അവലംബിച്ച് വേണം ഇത്തരക്കാർ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ലഗ്നാൽ 4 ഗുളികൻ ഉള്ളതുകൊണ്ട് തന്നെ ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. അതല്ല എങ്കിൽ ബാധ്യതകൾ പിന്നീട് തലവേദനകളാകുന്ന ഒരു രീതി ഒരുപാട് ആളുകൾക്ക് കാണുന്നുണ്ട്. 4ാം ഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഏതൊരാളെ സംബന്ധിച്ചും. അപ്പോൾ 4ൽ ശനി, അതല്ലെങ്കിൽ ഗുളികൻ, അതല്ലെങ്കിൽ കേതു, അതല്ലെങ്കിൽ രാഹു, അല്ലെങ്കിൽ നീചനായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ 4ാം ഭാവാധിപൻ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. 4ൽ ഗുളികനുമുണ്ട്. രാഹുവിൻ്റെ സാന്നിധ്യവും 2ഇടത്തേക്കുമുണ്ട്. 6ാം ദൃഷ്ടിയും 7ാം ദൃഷ്ടിയും. അവിടേക്ക് കുജൻ്റെ 8ാം ദൃഷ്ടിയും വരുന്നുണ്ട്. 7ാം ദൃഷ്ടിയും വരുന്നുണ്ട് 4ലേക്ക്. 4ാം ഭാവാധിപനിലേക്ക് 8ാം ദൃഷ്ടി വരുന്നു കുജൻ്റെ, 4ലേക്ക് 7ാം ദൃഷ്ടിയും വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ബാധ്യതകൾ, ലോൺ, കടം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ജാഗ്രതയോടെ തന്നെ പെരുമാറി പോകേണ്ടുന്ന ഒരവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഗ്രാജ്വലി, ക്രമാനുഗതമായി ഉയരുമെന്ന കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. അതിൽ ഒരു മാറ്റവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല. തീർത്തും അത് പറയാൻ പറ്റുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ധാരാളം പണം ശശിമംഗള യോഗത്തെ കൊണ്ടും 2ൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും കയ്യിൽ വരുത്താൻ സാധിക്കും ഭാവിയിൽ എന്നുകൂടെ തിരിച്ചറിയുക. ഇദ്ദേഹത്തിന് ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രമാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു. 2002 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം കുജൻ അഥവാ ചൊവ്വ 2019 വരെ, ശേഷം രാഹു 2037 വരെ, ശേഷം ഗുരു 2053 വരെ, ശേഷം ശനി 2072 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ രാഹുവിൽ ശനിയാണ്. രാഹു 11ൽ നിൽക്കുന്ന രാഹുവാണ്. പൊതുവേ 11ലെ രാഹു ഒരുപാട് പേർക്ക് വളരെ വലിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും രാഹു ആയതുകൊണ്ട് ഇല്യൂഷൻസാണ്, മായാവിദ്യകളുള്ള ഛായാഗ്രഹം. ഒരു ശ്രദ്ധ കൊടുത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്ത് അബദ്ധങ്ങളൊന്നും പറ്റുന്നില്ല എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയം തന്നെയാണ്. അതിൽ ശനിയുടെ അപഹാരമാണ്. ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും 2027 ജൂൺ 12-ാം തീയതി വരെ രാഹുൽ ശനി എന്ന് പറയുമ്പോൾ ശനിയുടെ അവസ്ഥ 5ൽ നിൽക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങൾ, മനസ്സ് സംബന്ധമായിട്ടുള്ള, ബുദ്ധി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണ്, ശരിയാണ്, ഉത്തമമാണ് എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം എടുക്കുക. തർക്ക സ്വഭാവം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടാം. അതിനു വേണ്ടുന്ന പരിഹാരം കൃത്യമായി തന്നെ ചെയ്തു പോവുക.
അതുപോലെ തന്നെ ഗുളികൻ്റെ സാന്നിധ്യം ശനിയിലേക്കുള്ളത് കൊണ്ട് തന്നെ ബാധ്യതകളിൽ നിന്ന് പരമാവധി ഈ സമയം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കൃത്യമായി പരിഹാരങ്ങളെടുത്ത് കൃത്യമായിട്ട് ചിട്ടവട്ടത്തോടുകൂടി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഔന്നത്യങ്ങളിലെത്താൻ സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.